Next, we shall discuss about the revocation of offer and acceptance. Revoke revocation means withdrawal, taking back. Offer acceptance withdraw ചെയ്യാം. Before offer withdraw ചെയ്യാവുന്ന before it is accepted. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫർ വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഒരു അക്സെപ്റ്റൻസ് നമുക്ക് റിവോക്ക് ചെയ്യാം. എപ്പോഴാണ്? അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം ഓഫർ അറിയുന്നതിന് മുമ്പ് അക്സെപ്റ്റൻസും റിവോക്ക് ചെയ്യാം. അക്സെപ്റ്റൻസും ഓഫറും റിവോക്ക് ചെയ്യാൻ പാടില്ല എന്നില്ല. ഇത് രണ്ടും റിവോക്ക് ചെയ്യാവുന്നതാണ്. വിഡ്രോ ചെയ്യാം. ടേക്കിംഗ് ബാക്ക് ഓർ വിഡ്രോവൽ. നമ്മൾ ആദ്യമായിട്ട് എന്താ റിവോക്കേഷൻ ഓഫ് ആൻ ഓഫർ. ഓഫർ എപ്പോഴാണ് റിവോക്ക് ചെയ്യാവുന്നത്? ആൻ ഓഫർ മേ ബി റിവോക്ക് അറ്റ് എനി ടൈം before the communication of acceptance is complete for the offerer. എപ്പോഴാണ്? ബിഫോർ ദി കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ഈസ് കംപ്ലീറ്റ് ഫോർ ദി ഓഫറർ. ഓഫറിന് അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ്. ഓഫറെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആകുന്നത്? ഇഫ് ദി അക്സെപ്റ്റൻസ് ഈസ് ഗിവൺ ബൈ പോസ്റ്റ്, വെൻ ദി ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ഈസ് പോസ്റ്റഡ്. ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും ഓഫർ റിവോക്ക് ചെയ്യാം. കാരണം ഓഫറെ സംബന്ധിച്ചിടത്തോളം ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് പോസ്റ്റ് ചെയ്യുന്ന ആ നിമിഷം അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആകുന്നു. Then it means that offer may be revoked at any time before the letter of acceptance is posted by the acceptor. അതാണ് നമ്മൾ എപ്പോഴാണ് ഒരു ഓഫർ റിവോക്ക് ചെയ്യാവുന്നത്. ഇനി റിവോക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് എന്താ? An acceptance may be revoked at any time before the communication of acceptance is complete for the acceptor but not afterwards. ഒരു അക്സെപ്റ്റൻസ് എപ്പോഴാണ് റിവോക്ക് ചെയ്യാവുന്നത്? ബിഫോർ ദി കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ഈസ് കംപ്ലീറ്റ് ഫോർ ദി അക്സെപ്റ്റർ. അപ്പം അക്സെപ്റ്ററെ സംബന്ധിച്ചിടത്തോളം അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ്. ഇറ്റ് മീൻസ് ദാറ്റ് an acceptance may be revoked at any time before the letter of acceptance reaches the offerer. Before the letter of acceptance reaches the offerer. ഇതുകൊണ്ടാണ് നമ്മൾ ഈ അക്സെപ്റ്റൻസിൻ്റെയും അതുപോലെ അക്സെപ്റ്റൻസ് ഓഫറർക്കും അക്സെപ്റ്റർക്കും ഡിഫറെൻറ്റ് ടൈംസിലാണ് കമ്മ്യൂണിക്കേറ്റ് ആകുന്നത്. ഓഫറെ സംബന്ധിച്ചിടത്തോളം ദി മൊമെന്റ് ദി അക്സെപ്റ്റർ പോസ്റ്റ് ദി ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആകുന്നു. അക്സെപ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഈ ലെറ്റർ ഓഫറിൻ്റെ കയ്യിൽ എത്തിക്കഴിയുമ്പോഴേ ഇത് കംപ്ലീറ്റ് ആകുന്നുള്ളൂ. ഒരു അക്സെപ്റ്റർക്ക് അക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യാം ബിഫോർ ദി ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് റീച്ചസ് ദി ഓഫർ. അപ്പോൾ അതിനാണ് ഈ രണ്ടിനും വ്യത്യാസം പറയുന്നത്. നമുക്ക് എപ്പോഴാണ് ഓഫർ റിവോക്ക് ചെയ്യാവുന്നത്, എപ്പോഴാണ് അക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യാൻ പറ്റുന്നത്, അതിന് രണ്ടിനും വ്യത്യാസമുണ്ട്. ദെൻ കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ. റിവോക്കേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ആകുന്നത്? ഫോർ എ പേഴ്സൺ ഹു മേക്സ് ദി റിവോക്കേഷൻ. ഇപ്പം റിവോക്കേഷനുണ്ട്, റിവോക്കേഷൻ ഓഫ് ഓഫറും റിവോക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസും ഉണ്ട്. ആരാണോ റിവോക്കേഷൻ ചെയ്യുന്നത്, ഫോർ ദി പേഴ്സൺ ഹു മേക്സ് ദി റിവോക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ ഈസ് കംപ്ലീറ്റ് വെൻ ഇറ്റ് പുട്ട് ഇൻ ടു ദി കോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ ടു ദി പേഴ്സൺ ടു ഹും ഇറ്റ് ഈസ് മെയ്ഡ്. വെൻ ഇറ്റ് പുട്ട് ഇൻ ദി കോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ. റിവോക്കേഷൻ നടത്തുന്നയാളെ സംബന്ധിച്ചിടത്തോളം റിവോക്കേഷൻ ചെയ്യുന്ന ആ ഒരു മെസ്സേജ് ട്രാൻസ്മിഷനിലായി കഴിയുമ്പോൾ ആ നിമിഷം റിവോക്കേഷൻ കമ്മ്യൂണിക്കേറ്റഡ് ആകുന്നു. ഓഫറാണെങ്കിൽ ഓഫർ ആ ലെറ്റർ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അത് കംപ്ലീറ്റ് ആയി. ഇനി റിവോക്കേഷൻ ആൻഡ് ദി പേഴ്സൺ ടു ഹും ദി റിവോക്കേഷൻ ഈസ് മെയ്ഡ്. ഇനി ആർക്കാണോ റിവോക്കേഷൻ കൊടുക്കുന്നത്, ഫോർ ദി പേഴ്സൺ ടു ഹും ദി റിവോക്കേഷൻ ഈസ് മെയ്ഡ്, the communication of revocation is complete when it comes to the knowledge of him. ഇങ്ങനെ റിവോക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അറിയത് കഴിയുമ്പോഴാണ് for the person to whom the revocation is made, when he comes to the revocation. അപ്പം റിവോക്കേഷനെ കുറിച്ച് അയാൾ അറിയുമ്പോൾ മാത്രമേ അയാൾക്ക് കംപ്ലീറ്റ് ആകുന്നുള്ളൂ. അതാണ് and the person to whom the revocation is made, the communication of revocation is complete when it comes to the knowledge of him. ഇങ്ങനെ റിവോക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അയാൾ അറിയുമ്പോൾ മാത്രമേ ആ റിവോക്കേഷൻ കംപ്ലീറ്റ് ആകുന്നുള്ളൂ. ഈ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിവോക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്
ഇതിൻ്റെ അന്ന് പലപ്പോഴും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ വ്യത്യസ്ത സമയങ്ങളിലാണ്, അത് ഓർത്തിരിക്കണം. ഇതിൻ്റെ ഓഫറും അക്സെപ്റ്റൻസും ഒക്കെ കംപ്ലീറ്റ് ആകുന്നതും ഓഫറിൻ്റെയും അക്സെപ്റ്റൻസിൻ്റെയും ഒക്കെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആകുന്ന വ്യത്യസ്ത സമയങ്ങളിലാണ്. ഇത് രണ്ട് കൂട്ടർക്കും, ഓഫറർക്കും അക്സെപ്റ്റർക്കും ഡിഫറെൻറ്റ് ടൈംസാണ്. ആ ടൈംസിൻ്റെ വ്യത്യസ്തതയൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. ഇനി കോൺട്രാക്ട് ത്രൂ പോസ്റ്റ്, നമുക്കെന്താ പോസ്റ്റ് മുഖാന്തരവും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. ഒരു ഓഫർ പോസ്റ്റിലാണ് കിട്ടുന്നതെങ്കിൽ അക്സെപ്റ്റൻസ് പോസ്റ്റിൽ കൊടുക്കുന്നു. അപ്പോൾ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്താ ഒരു പോസ്റ്റിൽ ബൈ പോസ്റ്റ് ലെറ്റർ മുഖാന്തരം കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. അതിന് നിയമപരമായ യാതൊരു ഒബ്ജക്ഷനും ഇല്ല. പിന്നെ അതുപോലെ തന്നെ ടെലിഫോൺ മുഖാന്തരവും, ഫോൺ മുഖാന്തരം വേണമെങ്കിൽ ടെലിഫോണിക് കോൺവെർസേഷനിലൂടെ കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. ടെലിഫോണിക് കോൺവെർസേഷനിലൊക്കെ ഏർപ്പെട്ട് കഴിയുമ്പം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ രണ്ട് കൂട്ടരും ഇവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇത് കട്ടായി പോവുകയോ അല്ലെങ്കിൽ ഒരു ഇൻട്രപ്ഷൻ ഉണ്ടാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രോപ്പർ കോൺട്രാക്റ്റ് ആയിട്ട് മാറില്ല. അപ്പം ഇൻട്രപ്ഷൻ ഇല്ലാതെ രണ്ട് കൂട്ടരും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി, ഇത് പോസ്റ്റ് ബൈ പോസ്റ്റ് ആണെങ്കിലും ടെലിഫോൺ ആണെങ്കിലും ഒരു കോൺട്രാക്ട്സിൻ്റെ എല്ലാ എസെൻഷ്യൽ കണ്ടീഷൻസും ഫുൾഫിൽഡ് ആയാൽ മാത്രമേ അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആയുള്ളൂ. അപ്പം പോസ്റ്റിൽ ബൈ പോസ്റ്റ് നമുക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം, ടെലിഫോണിക് കോൺവെർസേഷനിലൂടെ കോൺട്രാക്റ്റിൽ ഏർപ്പെടാം, അതിനൊന്നും ലീഗൽ ഒബ്ജക്ഷൻ ഇല്ല. പക്ഷേ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വാലിഡ് കോൺട്രാക്റ്റിൻ്റെ എല്ലാ എസെൻഷ്യൽ കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നുള്ളൂ. നമ്മൾ സാധാരണയായിട്ട് ഈ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അത് ഇലോസിഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളത് തെളിയിക്കണം, അല്ലെങ്കിൽ ഒരു സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് എലൂസിഡേറ്റ്, എക്സ്പാൻഡ് ആൻഡ് എലൂസിഡേറ്റ്. അതിന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? അക്സെപ്റ്റൻസ് ഈസ് ടു ഓഫർ വെൻ എ ലൈറ്റഡ് മാച്ച് ഈസ് ടു ട്രെയിൻ ഓഫ് ഗൺ പൗഡർ. അക്സെപ്റ്റൻസ് ഈസ് ടു ഓഫർ. ഓഫറിനെ സംബന്ധിച്ചിടത്തോളം അക്സെപ്റ്റൻസ് ഒരു ലൈറ്റഡ് മാച്ച് എങ്ങനെയാണോ ഒരു ട്രെയിൻ ഓഫ് ഗൺ പൗഡറിനുമായിട്ട് ബിഹേവ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് എന്താ, നമ്മളൊരു ഗൺ പൗഡറിലേക്ക് ഒരു മാച്ച് സ്റ്റിക്ക് ലൈറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഗൺ പൗഡർ എക്സ്പ്ലോഡ് ചെയ്യുന്നതിൽ നിന്നും പിന്നീട് ആർക്കും അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അതുപോലെയാണ് പറയുന്നത് എന്താണ്, ഒരിക്കൽ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കോൺട്രാക്റ്റ് ആയിട്ട് മാറും. ഇത് ഇന്ത്യൻ നിയമപ്രകാരമല്ല, ആസ് പെർ ദി ഇംഗ്ലീഷ് ലോ. ഇന്ത്യൻ നിയമത്തിൽ നമുക്കെന്താ ഓഫറും അക്സെപ്റ്റൻസും റിവോക്ക് ചെയ്യാവുന്നതാണ്. ബട്ട് ഇൻ കേസ് ഓഫ് ഇംഗ്ലീഷ് ലോ the statement is true. As per the English law, once an offer is accepted, then it cannot be revoked. It cannot be withdrawn. It is just like a match stick to a full train of gunpowder. പക്ഷേ ഇന്ത്യൻ നിയമപ്രകാരം അതല്ല. ഇന്ത്യൻ നിയമപ്രകാരം നമുക്കത് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാവുന്നതാണ്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഹോൾഡ്സ് ഗുഡ് ഇൻ ഇംഗ്ലീഷ് ലോ. Here gunpowder is offer and lighted match is acceptance. അത് രണ്ടും ഓർത്തിരിക്കുക. ഇനി ഇന്ത്യൻ നിയമത്തിൽ ഇത് വ്യത്യാസമാണ്, അതും കൂടെ ഒന്ന് പറഞ്ഞേ. ഇന്ത്യൻ കോൺട്രാക്ട് അക്സെപ്റ്റൻസ് ക്യാൻ ബി റിവോക്ഡ്. ഇന്ത്യൻ നിയമപ്രകാരം അക്സെപ്റ്റൻസ് നമുക്ക് റിവോക്ക് ചെയ്യാം. അതുകൊണ്ട് ഇന്ത്യൻ നിയമപ്രകാരം ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ല. ഇംഗ്ലീഷ് നിയമപ്രകാരം ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇന്ത്യൻ നിയമപ്രകാരം എന്താ, ഒരിക്കൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് പിൻവലിക്കാം, ഒരു നിശ്ചിത ടൈം പരിധിക്കുള്ളിൽ അത് പിൻവലിക്കാം. അപ്പോൾ ഈ രീതിയിലൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് എലൂസിഡേറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് പറയണം, ഇത് നമുക്കെന്താ, ഇത് ഇംഗ്ലീഷിലെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് നിയമപ്രകാരമാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് വാലിഡ് ആകുന്നത്, ഇന്ത്യൻ നിയമപ്രകാരം വാലിഡ് അല്ല. ആ കാര്യം മെൻഷൻ ചെയ്യുക. നൗ വി ഷാൽ ഡിസ്കസ് അബൌട്ട് കൺസിഡറേഷൻ. നമ്മളപ്പം ഓരോ എസെൻഷ്യൽ പോയിൻറ്റ്സിലും തുടങ്ങുകയാണ്. എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ, ഒരു കോൺട്രാക്ട് ഉണ്ടാകണമെങ്കിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാകണം. ഒരു എഗ്രിമെൻ്റ് ഉണ്ടാകണമെങ്കിൽ ദെയർ മസ്റ്റ് ബി എ വാലിഡ് ഓഫർ ആൻഡ് ഇറ്റ്സ് വാലിഡ് അക്സെപ്റ്റൻസ്. ഇൻ കേസ് ഓഫ് എ വാലിഡ് ഓഫർ, വാട്ട് ആർ ദി എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് ഓഫർ? ഇൻ കേസ് ഓഫ് വാട്ട് ഈസ് ആൻ ഓഫർ, വാട്ട് ആർ ദി എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് ഓഫർ? What is an acceptance? What are the essentials of a valid acceptance?
ഇതിൻ്റെ നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓഫേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സമയം കൊണ്ട് കവറപ്പ് ചെയ്തത്. ഇനി നമ്മൾ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന മെയിൻ എസെൻഷ്യൽസിൻ്റെ ഡീറ്റെയിൽ ഡിസ്കഷനാണ് പോകുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന 2 പാർട്ടീസ്, അതിനകത്ത് മറ്റ് എസെൻഷ്യൽസ് ഒന്നും നോക്കേണ്ട കാര്യമില്ല, 2 പാർട്ടിക്കാർ വേണം. അതുപോലെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാകണം. എഗ്രിമെൻ്റ് ഉണ്ടാകണമെങ്കിൽ ഓഫർ അക്സെപ്റ്റൻസും ഉണ്ടാകണം. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കവറപ്പ് ചെയ്യും. ഇനി നമ്മൾ ലോഫുൾ കൺസിഡറേഷൻ, അതൊരു പ്രധാനപ്പെട്ട എസെൻഷ്യൽ എലമെന്റ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ് ആണ്. ലോഫുൾ എക്സിസ്റ്റൻസ് ഓഫ് എ ലോഫുൾ കൺസിഡറേഷൻ, നിയമപരമായ കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എഗ്രിമെന്റ് ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് മാറുകയുള്ളൂ. എഗ്രിമെന്റ്സ് മെയ്ഡ് വിതൗട്ട് വാലിഡ് കൺസിഡറേഷൻ ഈസ് ഓൺലി ന്യൂഡം പാക്ടം, ബെയർ എഗ്രിമെന്റ്സ്, ബെയർ പ്രോമിസുകളാണ്. അത് ഓൾവേസ് റിമെയിൻ ആസ് പ്രോമിസ്. അതൊരിക്കലും ഒരു എഗ്രിമെന്റോ കോൺട്രാക്റ്റോ ആകുന്നില്ല. ഇത് കൃത്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. ഇനി കൺസിഡറേഷൻ എന്താണ്? കൺസിഡറേഷൻ ഇസ് ദി ബാക്ക് ബോൺ ഓഫ് ആൻ എഗ്രിമെന്റ്, അല്ലെങ്കിൽ കൺസിഡറേഷൻ ഇസ് ദി ബാക്ക് ബോൺ ഓഫ് എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിന്റെ ബേസ് തന്നെ കൺസിഡറേഷൻ ആണ്. കൺസിഡറേഷൻ ഇല്ലാത്ത കോൺട്രാക്റ്റുകളൊന്നും വാലിഡ് കോൺട്രാക്റ്റ് ആകുന്നില്ല. അതൊരു സോഷ്യൽ എഗ്രിമെന്റ് ആയിട്ട് തന്നെ നിലനിൽക്കും. So a promise not supported by consideration is called nudum pactum, that is bare promise not supported by consideration. നമ്മളിനി ഈ കൺസിഡറേഷൻ്റെ മീനിങ്ങും ഡെഫിനിഷനും ഒക്കെ ഒന്ന് നോക്കാം. കൺസിഡറേഷൻ ഈസ് എ ടെക്നിക്കൽ ടേം യൂസ്ഡ് ഇൻ ദി സെൻസ് ഓഫ് ക്വിഡ് പ്രോ കോ. കൺസിഡറേഷൻ ക്വിഡ് പ്രോ കോ. ക്വിഡ് പ്രോ കോ മീൻസ് സംതിങ് ഇൻ റിട്ടേൺ. കൺസിഡറേഷൻ മീൻസ് ക്വിഡ് പ്രോ കോ, സംതിങ് ഇൻ റിട്ടേൺ, ഒന്നിന് പകരമായിട്ട് കൊടുക്കുന്നത്. അതാണ് സംതിങ് ഇൻ റിട്ടേൺ ഓർ ക്വിഡ് പ്രോ കോ. ദെൻ ഇനി ദിസ് സംതിങ് ഈസ് ഡിഫൈൻഡ് ആസ് കൺസിഡറേഷൻ. നമ്മളെന്താ സംതിങ് ആണ് കൺസിഡറേഷൻ ആയിട്ട് കണക്കാക്കുന്നത്. കൺസിഡറേഷൻ ഇസ് ദി പ്രൈസ് ഫോർ വിച്ച് ദി പ്രോമിസ് ഓഫ് ദി അതർ ഈസ് ബോട്ട്. എന്താ കൺസിഡറേഷൻ ഇസ് ദി പ്രൈസ് ഫോർ വിച്ച് ദി പ്രോമിസ് ഓഫ് ദി അതർ ഈസ് ബോട്ട് and promise thus given for the value is enforceable. മറ്റൊരാളുടെ പ്രോമിസ് വാങ്ങുന്നതിന് വേണ്ടി കൊടുക്കുന്നത് എന്താണോ അതാണ് കൺസിഡറേഷൻ. ഒരാളുടെ പ്രോമിസ് വാങ്ങുന്നതിന് വേണ്ടി മറ്റൊരാൾ കൊടുക്കുന്ന ആ പ്രൈസാണ് കൺസിഡറേഷൻ. സംതിങ് ഇൻ റിട്ടേൺ ഹാവിങ് വാല്യൂ. സംതിങ് ഇൻ റിട്ടേൺ വാല്യൂ ഉണ്ടാകണം, എങ്കിൽ മാത്രമേ അതൊരു കൺസിഡറേഷൻ ആകുന്നുള്ളൂ. നമ്മളെന്താ എ എഗ്രീസ് ടു സെൽ ഹിസ് കാർ ടു ബി ഫോർ ₹2 lakhs. ഇവിടെ കൺസിഡറേഷൻ ഉണ്ട്. ബിസ് കൺസിഡറേഷൻ ഇസ് ദി കാർ ആൻഡ് എസ് കൺസിഡറേഷൻ ഇസ് ₹2 lakhs. എ അയാളുടെ കാർ ബിക്ക് 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്നു. ഇവിടെ വാലിഡ് കൺസിഡറേഷൻ 2 കൂട്ടർക്കും ഉണ്ട്. എ കാർ കൈമാറുമ്പോൾ എക്ക് ബിയിൽ നിന്ന് 2 ലക്ഷം രൂപ കിട്ടുന്നു. അതാണ് എയുടെ കൺസിഡറേഷൻ. 2 ലക്ഷം രൂപ ബി എക്ക് കൊടുക്കുമ്പോഴെന്താ ബിക്ക് എയുടെ കാറ് കിട്ടുന്നു. അപ്പം ബിസ് കൺസിഡറേഷൻ ഇസ് കാർ, എസ് കൺസിഡറേഷൻ ഇസ് ₹2 lakhs. സംതിങ് ഇൻ റിട്ടേൺ, ഒരു കൈമാറ്റം ചെയ്യുന്നു. അപ്പം നമ്മൾ ആ കൺസിഡറേഷൻ്റെ ഏതാണ് ക്വിഡ് പ്രോ കോ, സംതിങ് ഇൻ റിട്ടേൺ, അതൊക്കെ ഓർത്തിരിക്കുക. ദെൻ കൺസിഡറേഷൻ അതൊരു ആക്ട്. നമുക്കെന്താ കൺസിഡറേഷൻ മേ ബി ആൻ ആക്ട് ഓഫ് ഡൂയിങ് സംതിങ്. കൺസിഡറേഷൻ എന്താ എന്തെങ്കിലും ഒരു പ്രവൃത്തിയാകാം. ആൻ ആബ്സ്റ്റൻസ് ഓർ ഫോർബെയറൻസ്, എന്തെങ്കിലും ചെയ്യുന്നതിന് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നതാകാം. ഓർ എ റിട്ടേൺ പ്രോമിസ്. ഇപ്പം 3 കാര്യങ്ങൾ കൺസിഡറേഷൻ ആകാം. ആൻ ആക്ട് ഓഫ് ഡൂയിങ് സംതിങ്, എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഒരു റിട്ടേൺ പ്രോമിസ് കൊടുക്കുക. ഈ 3 കാര്യങ്ങളും കൺസിഡറേഷനായിട്ട് കണക്കാക്കും. The term consideration is defined in section 2 subsection D of the Indian Contract Act. Define consideration പറഞ്ഞാൽ ഈ ഡെഫിനിഷനാണ് നമ്മൾ സാധാരണയായിട്ട് കോട്ട് ചെയ്യാറുള്ളത്. ഡെഫിനിഷൻ ഗിവൺ ഇൻ സെക്ഷൻ 2 സബ്സെക്ഷൻ D ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 2 സബ്സെക്ഷൻ ഡിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. When at the desire of the promiser, the promisee or any other person has done or abstained from doing. ഇവിടെ എന്താ പറയുക? When at the desire of the promiser, പ്രോമിസറിന്റെ താല്പര്യപ്രകാരം, the promisee or any other person, പ്രോമിസിയോ മറ്റാരെങ്കിലുമോ, has done, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു, or abstain from doing, ഒരു കാര്യം ചെയ്യുന്നത് മാറി നിൽക്കുന്നു,
does or abstains from doing or promises to do or abstain from doing something. ഒരു കാര്യം ചെയ്തു അല്ലെങ്കിൽ ചെയ്യുന്നത് മാറി നിൽക്കുന്നു, അവിടെ പാസ്റ്റ് കൺസിഡറേഷനാണ്. ഒരു കാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നു, പ്രസന്റ് കൺസിഡറേഷനാണ്. പ്രോമിസസ്, ഒരു കാര്യം ചെയ്യാമെന്ന് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാമെന്ന് പ്രോമിസ് കൊടുക്കുന്നു, ഫ്യൂച്ചർ കൺസിഡറേഷനായിട്ട് മാറുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതെ മാറി നിൽക്കാമെന്ന് പ്രോമിസ് കൊടുക്കുന്നു, ഫ്യൂച്ചർ കൺസിഡറേഷനാണ്. അപ്പോൾ ഇവിടെ എന്താ, ഈ ഡെഫിനേഷനിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്, കൺസിഡറേഷൻ ക്യാൻ ബി പാസ്റ്റ്, പ്രസന്റ് ഓർ ഫ്യൂച്ചർ. സച്ച് ആക്ട് ഓർ ആബ്സ്റ്റനൻസ് ഓർ പ്രോമിസ് ഈസ് കോൾഡ് എ കൺസിഡറേഷൻ ഫോർ ദി പ്രോമിസ്. അപ്പോൾ സെക്ഷൻ 2 സബ്സെക്ഷൻ ഡിയിൽ കൊടുത്തിരിക്കുന്ന ഡെഫിനേഷൻ ഓർമ്മിച്ചിരിക്കുക. നമുക്ക് അതിൻ്റെ അത് ക്ലിയർ ആയിട്ട് അറിയാം എന്താ കൺസിഡറേഷൻ ഉള്ളത്. കൺസിഡറേഷൻ ക്യാൻ ബി ആൻ ആക്ട്, ഒരു ആക്ട് ആകാം. അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ്, ഒരു എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി നിന്ന് മാറി നിൽക്കുക. ഒരു പ്രവൃത്തി ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യാമെന്ന് പ്രോമിസ് കൊടുക്കുക, അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യില്ല എന്ന് പ്രോമിസ് കൊടുക്കുക. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇറ്റ് ക്യാൻ ബി ആൻ ആക്ട് ഓർ ഇറ്റ് ക്യാൻ ബി ആബ്സ്റ്റനൻസ് ഫ്രം ഡൂയിങ് സംതിങ്. ഈ കാര്യം ഓർത്തിരിക്കുക. അത് സെക്ഷൻ 2 സബ്സെക്ഷൻ ഡിയിൽ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷനാണ്. ഇനി എസെൻഷ്യൽസ് ആൻഡ് ലീഗൽ റൂൾസ് ഫോർ വാലിഡ് കൺസിഡറേഷൻ. വാട്ട് ആർ ദി എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കൺസിഡറേഷൻ? അപ്പം ഒരു കൺസിഡറേഷൻ വാലിഡ് ആകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എസെൻഷ്യൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഇത് 15 മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. എക്സ്പ്ലെയിൻ ദി എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കൺസിഡറേഷൻ. ഒരു കൺസിഡറേഷൻ എപ്പോഴാണ് വാലിഡ് കൺസിഡറേഷൻ ആകുന്നത്? കൺസിഡറേഷൻ മീൻസ് സംതിങ് ഇൻ റിട്ടേൺ, ക്വിഡ് പ്രോക്കോ, ദി പ്രൈസ് ഫോർ വിച്ച് ദി പ്രോമിസ് ഈസ് പർച്ചേസ്. ഈ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം ഇതൊക്കെ ഒരു വാലിഡ് ആകണമെന്നുണ്ടെങ്കിൽ വാട്ട് ആർ ദി എസെൻഷ്യൽ കണ്ടീഷൻസ് ദാറ്റ് ഷുഡ് ബി ഫുൾഫിൽഡ്? അപ്പം അതാണ് എന്താ എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കൺസിഡറേഷൻ. ആദ്യത്തെ ഒരു എസെൻഷ്യൽ എന്താ? കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രോമിസർ. നമ്മൾ ഈ എസെൻഷ്യൽസ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 2 സബ്സെക്ഷൻ ഡിയിൽ കൊടുത്തിരിക്കുന്ന ഡെഫിനേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ്. ഈ എസെൻഷ്യൽ കണ്ടീഷൻസ് എല്ലാം തന്നെ നമ്മൾ സെക്ഷൻ 2 സബ്സെക്ഷൻ ഡിയിൽ കൊടുത്തിരിക്കുന്ന ഡെഫിനേഷനിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഡെഫിനേഷനിൽ എന്താ ആദ്യം പറഞ്ഞിരിക്കുന്നത്? എന്താ? വെൻ അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രോമിസർ, പ്രോമിസറിൻ്റെ താല്പര്യപ്രകാരം. സോ ആദ്യത്തെ എസെൻഷ്യൽ കണ്ടീഷൻ എന്തായിരിക്കും? ദി കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രോമിസർ. ആദ്യത്തെ എസെൻഷ്യൽ കണ്ടീഷനാണ് കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രോമിസർ. അപ്പോൾ കൺസിഡറേഷൻ മസ്റ്റ് ബി ഓൾവേസ് മൂവിങ് അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രോമിസർ, നോട്ട് അറ്റ് ദി ഡിസയർ ഓഫ് സംബഡി എൽസ്. മറ്റൊരാളുടെ താല്പര്യപ്രകാരം പറ്റില്ല. കൺസിഡറേഷൻ, if it has to be a valid consideration, it has to move at the desire of the promiser, not by anybody else. മറ്റാരുടെയും താല്പര്യപ്രകാരമാകാൻ പാടില്ല. If it is done at the instance of a third party, it cannot be considered as a valid consideration, because it is very clearly given in the definition, when at the desire of the promiser. നമ്മൾ ഓർത്തിരിക്കുന്നത് എന്താണ്? പ്രോമിസറിന്റെ താല്പര്യപ്രകാരം ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കൺസിഡറേഷൻ ആകുന്നുള്ളൂ. ഇപ്പം എയുടെ വീടിന് തീ പിടിച്ചു, അയലോകക്കാരനായ ബി ഓടി വന്നത് കെടുത്തി. എ ബിയോട് പറയുന്നില്ല നീ വന്ന് ഇത് കെടുത്താനായിട്ട്. അപ്പം എന്താ? എയുടെ താല്പര്യപ്രകാരമല്ല, അപ്പം ഒരു കൺസിഡറേഷൻ ഉണ്ടാകുന്നില്ല അതിന്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. A saves B's goods from fire without being asked to do so. Without being asked to do so. അവിടെ എന്താ? അവിടെ കൺസിഡറേഷൻ ഇല്ല. ആവശ്യപ്പെടാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൺസിഡറേഷനായിട്ട് കണക്കാക്കില്ല. കാരണം കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രോമിസർ, നോട്ട് ബൈ എനിബഡി എൽസ്. മറ്റൊരാളുടെയും താല്പര്യപ്രകാരമാകാൻ പാടില്ല. ഇത് തന്നെ ഇതിന് കേസ് ലോസ് ഒക്കെ ഉണ്ട്, നിങ്ങളുടെ ടെസ്റ്റുകളിൽ കാണും. അപ്പോൾ അത് 15 മാർക്കിനാണെങ്കിൽ നമ്മളൊരു കേസ് ലോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. ദെൻ രണ്ടാമത്തെ എസെൻഷ്യൽ എലമെൻ്റ് ആയിട്ട് പറയുന്നത് കൺസിഡറേഷൻ മേ ബി ഗിവൺ ബൈ ദി പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. ആദ്യത്തെ കണ്ടീഷൻ എന്താ? കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രോമിസർ. കൺസിഡറേഷൻ പ്രോമിസറിൻ്റെ താല്പര്യപ്രകാരം വേണം മൂവ് ചെയ്യാനായിട്ട്. രണ്ടാമത്തെ കണ്ടീഷനിൽ പറയുന്നത് എന്താ?
It may be given by the promisee or any other person. It may be given by the promisee or any other person. Promisee അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിക്കോ കൺസിഡറേഷൻ കൊടുക്കാം. പക്ഷേ ഇറ്റ് മസ്റ്റ് ഓൾവേസ് മൂവ് അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രോമിസർ. പ്രോമിസറിൻ്റെ താല്പര്യപ്രകാരം പ്രോമിസിയോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയോ ചെയ്യുന്ന പ്രവൃത്തി അത് കൺസിഡറേഷനായിട്ട് കണക്കാക്കും. അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചർക്ക് വേണമെങ്കിലും ഒരു തേർഡ് പാർട്ടിക്ക് വേണമെങ്കിലും കൺസിഡറേഷൻ ചെയ്യാം. ഇറ്റ് മീൻസ് ദാറ്റ് സോ ലോങ് ആസ് ദെയർ ഈസ് കൺസിഡറേഷൻ ഫോർ എ പ്രോമിസ് ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ ഹൂ ഹാസ് ഫർണിഷ്ഡ് ഇറ്റ്. അവിടെ എന്താ, കൺസിഡറേഷൻ വേണമെന്നേ ഉള്ളൂ, ഇതാരാണ് ഫർണിഷ് ചെയ്യുന്നത് എന്നുള്ളത് ഇമ്മെറ്റീരിയൽ ആണ്. രണ്ടാമത്തെ എസെൻഷ്യൽ കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? കൺസെഷൻ മേ ബി ഗിവൺ ബൈ ദി പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. ഇറ്റ് നീഡ് നോട്ട് ബി പെർഫോം ബൈ ദി പ്രോമിസി ഹിംസെൽഫ്. പ്രോമിസി സ്വയം ചെയ്യണമെന്നില്ല. ഈവൻ ഇറ്റ് ക്യാൻ മൂവ് ഫ്രം എ തേർഡ് പാർട്ടി. ഒരു തേർഡ് പാർട്ടി ചെയ്യുന്ന പ്രവൃത്തിയും വാലിഡ് കൺസിഡറേഷനായിട്ട് കണക്കാക്കും. അതിൻ്റെ അകത്ത് എയും ബിയും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായി, സിക്ക് ഇത്ര രൂപ കൊടുക്കാമെന്നുള്ളത്. അവിടെ എന്താ, അവിടെ ആ സിക്ക് അതിനൊരു ക്ലെയിം ഉണ്ടാകും. അവിടെ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത്. ഒരു തേർഡ് പാർട്ടി ആണെങ്കിലും കൺസിഡറേഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ഒരു പോയിന്റിൽ ഓർത്തിരിക്കുന്നത് ഇംഗ്ലീഷ് നിയമപ്രകാരം അണ്ടർ ഇംഗ്ലീഷ് ലോ കൺസിഡറേഷൻ മസ്റ്റ് മൂവ് ഫ്രം ദി പ്രോമിസി ആൻഡ് പ്രോമിസി അലോൺ. ഇന്ത്യൻ നിയമപ്രകാരം കൺസിഡറേഷൻ ക്യാൻ മൂവ് ഫ്രം ദി പ്രോമിസി ഓർ ഫ്രം എ തേർഡ് പാർട്ടി. ബട്ട് അണ്ടർ ദി ഇംഗ്ലീഷ് ലോ കൺസിഡറേഷൻ മസ്റ്റ് മൂവ് ഫ്രം ദി പ്രോമിസി ആൻഡ് പ്രോമിസി അലോൺ. ഇന്ത്യൻ നിയമവും ഇംഗ്ലണ്ടിലെ നിയമവുമായിട്ട് വ്യത്യാസമുണ്ട്. ഇംഗ്ലണ്ടിലെ നിയമപ്രകാരം ഒരു ഓഫർ ഒരിക്കൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോൺട്രാക്റ്റ് ആണെന്ന് ആർക്കും തടയാൻ പറ്റുകയില്ല. ഇന്ത്യൻ നിയമപ്രകാരം ഒരു നിശ്ചിത കാലാവധിക്കുള്ളിൽ എന്താ ഓഫർ എന്നും അക്സെപ്റ്റൻസും ഒക്കെ റിവോക്ക് ചെയ്യാം. അപ്പം അതുപോലെ ആസ് പെർ ദി ഇംഗ്ലീഷ് ലോ എന്താ പറഞ്ഞിരിക്കുന്നത്? കൺസെഷൻ മസ്റ്റ് മൂവ് ഫ്രം ദി പ്രോമിസി ആൻഡ് പ്രോമിസി അലോൺ. ഇന്ത്യൻ നിയമത്തിൽ അതല്ല പറയുന്നത്. ദെൻ മൂന്നാമത്തെ റൂൾസ് അല്ലെങ്കിൽ എസെൻഷ്യൽ കണ്ടീഷനാണ് റിഗാർഡിംഗ് കൺസിഡറേഷൻ. റൂൾസ് റിഗാർഡിംഗ് കൺസിഡറേഷൻ. കൺസെഷൻ മസ്റ്റ് ബി ലോഫുൾ. കൺസിഡറേഷൻ എല്ലായ്പ്പോഴും ലോഫുൾ ആയിരിക്കണം, അൺലോഫുൾ ആകാൻ പാടില്ല. അൺലോഫുൾ കൺസിഡറേഷൻ, ഇപ്പം മറ്റാരെങ്കിലും കൈവെട്ടുക, ഒരു ക്രിമിനൽ ആക്റ്റാണ് കൺസിഡറേഷനായിട്ട് വരുന്നതെങ്കിൽ അതൊരിക്കലും ലോഫുൾ കൺസിഡറേഷൻ ആകില്ല. അപ്പം കൺസിഡറേഷൻ നമുക്ക് ലോഫുൾ ആകണമെന്നുണ്ടെങ്കിൽ സെക്ഷൻ 23 പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 23 വ്യക്തമായിട്ട് പറയുന്നുണ്ട് കൺസിഡറേഷൻ ഈസ് ലോഫുൾ എപ്പോഴാണ്? വെൻ ഇറ്റ് ഈസ് സോ കൺസിഡറേഷൻ ഈസ് അൺലോഫുൾ ആ പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 23 പറഞ്ഞിരിക്കുന്ന കൺസിഡറേഷൻ എപ്പോഴാണ് അൺലോഫുൾ ആകുന്നത്? ആസ് പെർ സെക്ഷൻ 23 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് കൺസിഡറേഷൻ ഈസ് കൺസിഡേർഡ് ആസ് അൺലോഫുൾ വെൻ ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ. കൺസിഡറേഷൻ എന്താ? ഫോർബിഡൻ ബൈ ലോ, നിയമം നിരോധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എങ്കിൽ അത് അൺലോഫുൾ ആണ്. വേർ ഡിഫീസ് ദി പ്രൊവിഷൻസ് ഓഫ് എനി ലോ, രാജ്യത്ത് നിലവിലുള്ള ഏതെങ്കിലും നിയമത്തിൻ്റെ പ്രൊവിഷൻസിനെ പരാജയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കൺസിഡറേഷനായിട്ട് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് അൺലോഫുൾ. മൂന്നാമത് വേർ ഇറ്റ് ഈസ് ഫ്രഡുലൻറ്റ്. ദെൻ നാലാമത് വേർ ഇറ്റ് ഈസ് ഇൻജൂറിയസ് ടു അനദർ പേഴ്സൺ ഓർ ഹിസ് പ്രോപ്പർട്ടി. കൺസിഡറേഷൻ മറ്റൊരാൾക്ക് വ്യക്തിപരമായ അല്ലെങ്കിൽ അയാളുടെ പ്രോപ്പർട്ടിക്കോ നഷ്ടം സംഭവിപ്പിക്കുക എന്നുള്ളതാണെങ്കിൽ അത് അൺലോഫുൾ ആയിട്ട് മാറും. വേർ ഇറ്റ് ഈസ് ഇമ്മോറൽ, വേർ ഇറ്റ് ഈസ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി. ഇങ്ങനെ ഇതിലേതെങ്കിലും ഒരു കാര്യമാണ് കൺസിഡറേഷനായിട്ട് വരുന്നതെങ്കിൽ അതെന്തായിട്ട് മാറും? അൺലോഫുൾ ആയിട്ട് മാറും. അൺലോഫുൾ കൺസിഡറേഷൻ വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ഓൺലി എ വോയിഡ് കോൺട്രാക്ട്. വാലിഡ് കോൺട്രാക്ട് ആകുന്നില്ല. If the consideration is unlawful, then that contract will be void. അത് വോയിഡ് ആയിട്ട് മാറും, ഒരിക്കലും എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. കൺസിഡറേഷൻ എപ്പോഴൊക്കെയാണ് വോയിഡ് ആകുന്നുള്ളത് സെക്ഷൻ 23 പറയുന്നുണ്ട്. ദെൻ നമ്മളൊരു എക്സാമ്പിളൊക്കെ നോക്കുകയാണെങ്കിൽ എന്താ? എക്സാമ്പിൾ നോക്കുമ്പം എ എഗ്രീസ് ടു അല്ലെങ്കിൽ എ ഓഫേഴ്സ് ടു ഗിവ് ₹25,000 ടു ബി ഫോർ ബ്രേക്കിംഗ് ദി ലെഗ് ഓഫ് സി. സിയുടെ കാല് തല്ലി ഓടിക്കാൻ എ ബിയോട് പറയുകയാണ്, നിനക്ക് ഞാൻ 25,000 രൂപ തരാം.
ഇവിടെ 25,000 രൂപയ്ക്ക് കുഴപ്പമൊന്നുമില്ല. കാല് തല്ലി ഓടിക്കുക എന്നുള്ളത് എന്താണ്? അൺലോഫുൾ ആക്ടിവിറ്റിയാണ്. ഇതൊരു വാലിഡ് കൺസിഡറേഷൻ അല്ലാതെ പോകും. ദെൻ അടുത്തായിട്ട് പറയുന്നത് കൺസിഡറേഷൻ മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഇല്യൂസറി. കൺസിഡറേഷൻ എന്താ? റിയൽ ആയിരിക്കണം, ഇല്യൂസറി ആകാൻ പാടില്ല. ഇമ്പോസിബിളായ ഒരു കാര്യം കൺസിഡറേഷനായിട്ട് എടുക്കാൻ പാടില്ല. അവിടെ എന്താ? എ പ്രോമിസസ് ടു ബ്രിങ് മൂൺ ഫ്രം സ്കൈ ഇഫ് ഹി പേസ് ₹25,000. എ പ്രോമിസസ് ടു ബിയോട് പറഞ്ഞു. ഇവിടെ എന്താ? ഇതൊരു ചന്ദ്രനെ കൊണ്ടുവരിക എന്നുള്ളത് ഇല്യൂസറിയാണ്, ഇമ്പോസിബിൾ ആണ്. അപ്പോൾ അവിടെ എന്താണ്? അതൊരു കൺസിഡറേഷൻ അല്ല, വാലിഡ് കൺസിഡറേഷൻ അല്ല. ദെൻ കൺസിഡറേഷൻ മസ്റ്റ് ബി ഓഫ് സം വാല്യൂ ഇൻ ദി ഐസ് ഓഫ് ലോ. നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ കൺസിഡറേഷൻ മസ്റ്റ് ഹാവ് സം വാല്യൂ ഇൻ ദി ഐസ് ഓഫ് ലോ. നോട്ട് ഓൺലി ഇൻ ദി ഐസ് ഓഫ് ദി പാർട്ടീസ് ടു എ കോൺട്രാക്ട്, it must have some value in the eyes of law also. Then only consideration become valid consideration. Then ഒരു വിലയില്ലാത്തൊരു പ്രവൃത്തിയാണെങ്കിൽ അതൊരിക്കലും ഒരു വാലിഡ് കൺസിഡറേഷൻ ആയിട്ട് മാറില്ല. Then consideration must not be performance of existing duties. Consideration must not be the performance of existing duties. ഒരാൾ നിലവിൽ ചെയ്യേണ്ട ഒരു പ്രവൃത്തി കൺസിഡറേഷനായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഒരാളുടെ നിലവിലുള്ളൊരു ഡ്യൂട്ടി, ആ ഡ്യൂട്ടി ചെയ്യുന്നു, അത് കൺസിഡറേഷനായിട്ട് കണക്കാക്കാൻ പറ്റുകയില്ല. ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ അല്ലെങ്കിൽ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുക എന്നുള്ളത് അയാളുടെ ഡ്യൂട്ടിയാണ്. ഈ ക്ലാസ് എടുക്കുന്നതിന് സ്റ്റുഡൻസിൽ നിന്നും ഒരു നിശ്ചിത എമൗണ്ട് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അത് കൺസിഡറേഷൻ അല്ല. അത് ക്ലാസ് എടുക്കുക എന്നുള്ള അയാളുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. ഒരാൾ അയാളുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ആക്ട് ഒരിക്കലും കൺസിഡറേഷനായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ കൺസിഡറേഷൻ മസ്റ്റ് നോട്ട് ബി ദി പെർഫോമൻസ് ഓഫ് എക്സിസ്റ്റിംഗ് ഡ്യൂട്ടീസ്. ദെൻ പോലീസ് ഓഫീസ് നമ്മൾ പൈസ കൊടുക്കുന്നു, പോലീസ് ഓഫീസറിന് അവർ ഡ്യൂട്ടി ചെയ്യേണ്ടതാണ്. കൈക്കൂലി അത് കറപ്ഷനായിട്ട് വരും, കൺസിഡറേഷനായിട്ടല്ല വരുന്നത്. അപ്പോൾ അതാണ് എന്താ? കൺസിഡറേഷൻ മസ്റ്റ് നോട്ട് ബി ദി പെർഫോമൻസ് ഓഫ് എക്സിസ്റ്റിംഗ് ഡ്യൂട്ടീസ്. ദെൻ കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ്. കൺസിഡറേഷൻ സംബന്ധിച്ച് പറയുന്നത് കൺസിഡറേഷൻ മസ്റ്റ് ബി ദെയർ, ഇറ്റ് നീഡ് നോട്ട് ബി ആഡിക്വേറ്റ്. Adequacy of consideration is decided by the parties to the contract, not by anybody else. If A offers to sell his cow to B for ₹25,000, the cow may be having a real value of 50,000 or 1 lakh. So then that 25,000 എന്താ? അതൊരു വാലിഡ് കൺസിഡറേഷൻ ആണ്. കൺസിഡറേഷൻ ആഡിക്വേറ്റ് ആകണമെന്നില്ല. ഇപ്പം മൂന്നാമതൊരാൾ കണ്ടു കഴിയുമ്പം അയ്യോ ഇത് ന്യായമായ വിലയല്ലോ എന്നും. പക്ഷെ എന്താ? കോൺട്രാക്ട് ആക്ട് പ്രകാരം കൺസിഡറേഷൻ മസ്റ്റ് ബി ദെയർ, ഇറ്റ് നീഡ് നോട്ട് ബി ആഡിക്വേറ്റ്. The adequacy of consideration is decided by the parties of the contract, not by anybody from outside. Then consideration may be either positive or negative. Consideration positive or negative ആകാം. ഒരു പോസിറ്റീവ് കാര്യമാകാം അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യമാകാം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിയുമ്പോൾ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൺസിഡറേഷനായിട്ട് വരും. ദെൻ കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. കൺസിഡറേഷൻ പാസ്റ്റോ പ്രസൻറ്റോ ഫ്യൂച്ചറോ ആകാം. എല്ലായ്പ്പോഴും പ്രസൻറ്റ് ആകണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. ഇപ്പം പ്രസൻറ്റ് കൺസിഡറേഷൻ, നമ്മളൊരു പാസ്റ്റ് കൺസിഡറേഷൻ എന്താ? ഡൺ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു. ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് സംതിങ്, ഒരു കാര്യം ചെയ്യുന്നത് മാറി നിന്നു, അതിന് പ്രതിഫലമായിട്ട് എന്തെങ്കിലും കിട്ടുക. ഇവിടെ കൺസിഡറേഷൻ, ഒരാളുടെ കൺസിഡറേഷൻ പാസ്റ്റ് ആണ്. ഇനി പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രസൻറ്റ് വന്നു കഴിയുമ്പോഴേക്കും ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ പറയും, എ പ്രോമിസ് ടു സെൽ ഹിസ് കാർ ടു ബി ഫോർ ₹2 lakhs. ഇവിടെ പ്രോമിസാണ് രണ്ടും നടന്നിരിക്കുന്നത്. ദെൻ ബി പെയ്ഡ് ദി എമൗണ്ട് ടു എ അറ്റ് ദി ടൈം ഓഫ് മേക്കിംഗ് ദി കോൺട്രാക്ട്. ഹിയർ ദി മണി റിസീവ്ഡ് ബൈ എ ഈസ് ദി പ്രസൻറ്റ് കൺസിഡറേഷൻ ഫോർ ഹിസ് പ്രോമിസ് ടു സെൽ ദി കാർ ടു ബി. ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടപ്പോൾ തന്നെ ബി എക്ക് പണം കൊടുക്കുന്നു. ഇതൊരു പ്രസൻറ്റ് കൺസിഡറേഷനാണ്. കാർ വിൽക്കാനുള്ള കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടപ്പോൾ തന്നെ പണം കിട്ടുന്നു, ഒരു പ്രസൻറ്റ് കൺസിഡറേഷനാണ്. അപ്പോൾ കൺസിഡറേഷൻ ക്യാൻ ബി പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. എ പ്രോമിസ് ഫോർ അനദർ പ്രോമിസ്, അതെന്തായിട്ട് വരുന്ന ഫ്യൂച്ചർ കൺസിഡറേഷനാണ്. ഫ്യൂച്ചർ കൺസിഡറേഷൻ, ദി വേർഡ്സ് പ്രോമിസ് ടു ഡു ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് മീൻസ് കൺസിഡറേഷൻ ഈസ് ആൻ ആക്ട്
which promisee or any other person promises to do at some future time. ഭാവിയിൽ ചെയ്യാമെന്ന് പറയുന്ന ഒരു പ്രവൃത്തി അത് ഫ്യൂച്ചർ കൺസിഡറേഷൻ ആയിട്ട് മാറും. അപ്പോൾ അവിടെ നമ്മൾ ഓർത്തിരിക്കുന്നത് കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസന്റ് ഓർ ഫ്യൂച്ചർ. പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറോ ആകാം. ദെൻ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളെല്ലാം തന്നെ എന്താ എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കൺസിഡറേഷൻ ആണ്. അതൊരു പ്രധാനമായിട്ടും നമ്മളൊരു 9 പോയിന്റുകളാണ്. 9 പോയിന്റിൽ വീണ്ടും പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ അതും എക്സ്പ്ലെയിൻ ചെയ്യണം. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോഴൊക്കെ ഒരു ചെറിയ എക്സാമ്പിളും കൂടെ കൊടുത്താൽ നന്നായിരിക്കും. എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കൺസിഡറേഷൻ നമ്മളൊരു പ്രധാനമായിട്ടൊരു 9 എസെൻഷ്യൽസ് ആണ് പറയുന്നത്. ഈ എല്ലാ എസെൻഷ്യൽസും അതിന് ബ്രീഫായിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. ആസ് ഫാർ ആസ് പോസിബിൾ ഗീവ് സ്മോൾ എക്സാമ്പിൾസ്, ചെറിയ എക്സാമ്പിളും കൂടെ കൊടുക്കുക. അപ്പോൾ ആൻസർ കംപ്ലീറ്റ് ആകും.